നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ റെക്കമെൻഡഡ് ടയർ പ്രഷർ കണ്ടുപിടിക്കുന്നതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അത് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ലെങ്കിൽ ഓണേഴ്സ് മാനുവൽ നോക്കി കണ്ടുപിടിക്കാം. മോട്ടോർ സൈക്കിളുകളിൽ പൊതുവെ റിയർ സ്വിംഗ് ആമിൽ റെക്കമെൻഡഡ് ടയർ പ്രഷർ സ്റ്റിക്കർ ഉണ്ടാകാറുണ്ട്. നമ്മുടെ വാഹനത്തിൽ അതില്ലാത്തതിനാൽ ഓണേഴ്സ് മാനുവൽ തന്നെ ശരണം. ഓണേഴ്സ് മാനുവൽ പ്രകാരം റൈഡർ മാത്രമേ ഉള്ളൂവെങ്കിൽ 32 PSI ഫ്രണ്ട് ആൻഡ് റിയർ, റൈഡറും പീലിനും ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ 32 PSI, പുറകിൽ 36 PSI. ഇനി നമുക്ക് കാറിൻ്റെ ഓണേഴ്സ് മാനുവൽ ഒന്ന് നോക്കാം. പണിപാളി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ സൈഡ് ഡോർ തുറന്നു നോക്കാനാണ്. ഓണേഴ്സ് മാനുവലിൽ പറഞ്ഞതുപോലെ ഡ്രൈവർ സൈഡ് ഡോർ തുറന്ന് ലോക്ക് പില്ലറിൽ നോക്കിയപ്പോൾ സംഗതിയുണ്ട്. അതിൽ 33 PSI ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ തെറ്റാണ് പറഞ്ഞത്. ഇനി നമ്മുടെ വാഹനങ്ങളുടെ ടയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെയാണ് നമ്മുടെ താരത്തിന്റെ പ്രസക്തി. 1 ലാപ്പ് ടയർ ചെക്ക്. ഇത് ഡിജിറ്റലാണ്. അത്യാവശ്യം ഇൻഫർമേഷൻസ് എല്ലാം ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ കോമ്പാക്റ്റായ ഈ ഡിവൈസ് നല്ല ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പവർ ബട്ടൺ പ്രസ് ചെയ്താൽ ഡിസ്പ്ലേ ഓൺ ആവുകയും വീണ്ടും ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ആവുകയും ചെയ്യും. ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പവർ ബട്ടൺ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രഷർ യൂണിറ്റുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഡിവൈസ് ഓഫ് ആകുമ്പോൾ ഉള്ള അതേ സെറ്റിംഗ് ആയിരിക്കും വീണ്ടും നമ്മൾ ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്. ഈ ഡിവൈസ് ഉപയോഗിച്ച് വാഹനത്തിന്റെ ടയർ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഓഫ് ആയി പോകുന്നതായി കണ്ടാൽ അത് കംപ്ലൈന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ബാറ്ററി ലോ ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ബാറ്ററി മാറ്റിയാൽ ഡിവൈസ് നല്ല രീതിയിൽ വീണ്ടും വർക്കായി തുടങ്ങും. ഈ ഡിവൈസിന്റെ ബാറ്ററി നമുക്ക് തന്നെ വീട്ടിൽ ഈസിയായി ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ആവശ്യമായി വരുന്നത് വളരെ ചെറിയ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ മാത്രമാണ്. രണ്ട് LR44 ബട്ടൺ സെല്ലുകളാണ് ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ സെല്ല് ഊരി മാറ്റി പുതിയ സെല്ല് ഇടുമ്പോൾ തന്നെ ഡിസ്പ്ലേ വീണ്ടും ഓണാകും. പഴയ 2 ബട്ടൺ സെല്ലുകൾ മാറ്റി പുതിയ 2 LR44 ബാറ്ററി ഇട്ടതിന് ശേഷം ബാക്ക് കേസ് അടച്ച് സ്ക്രൂ മുറുക്കുന്നതോടെ പണി കഴിഞ്ഞു. സ്ക്രൂ മുറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ബോഡി ആയതിനാൽ ഓവർ ടൈറ്റ് ചെയ്താൽ ബോഡി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഡിവൈസിന്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഇതിന്റെ ആക്യുറസിയാണ്. ഞാൻ വ്യത്യസ്തമായ 3 ടയർ ഡീലർമാരുടെ പ്രഷർ ഗേജുമായി ഇതിന്റെ ആക്യുറസി ചെക്ക് ചെയ്തപ്പോഴും ഇത് വളരെ കൃത്യമായിരുന്നു. ഇനി ഈ ഡിവൈസ് ഉപയോഗിച്ച് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മോട്ടോർ സൈക്കിൾ. ടയറിന്റെ വാൽവ് ക്യാപ്പ് അഴിച്ചു മാറ്റിയതിനു ശേഷം ഡിവൈസിൽ നമുക്ക് ആവശ്യമുള്ള പ്രഷർ യൂണിറ്റ് സെലക്ട് ചെയ്യുക.
ഒരു കൈകൊണ്ട് ഡിവൈസിന്റെ ഹെഡിൽ പിടിച്ചതിന് ശേഷം വാൽവ് ക്യാപ്പിലേക്ക് അമർത്തുക. ലീക്ക് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലീക്ക് ഉണ്ടായാൽ റീഡിംഗ് തെറ്റായിരിക്കും. ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റിലേക്ക് ഡിവൈസിന്റെ സെറ്റിംഗ്സ് മാറ്റിയില്ലെങ്കിലും പേടിക്കാനില്ല. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് യൂണിറ്റിലേക്കും ഇത് മാറ്റി മാറ്റി നോക്കാവുന്നതേ ഉള്ളൂ. ഇനി തെറ്റായ രീതിയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ലീക്ക് ഉണ്ടായാൽ നമുക്ക് കൃത്യമായ റീഡിംഗ് ലഭിക്കില്ല. ലീക്ക് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെപ്പോലെ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫുഡ് പമ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഡിവൈസ് തീർച്ചയായും വാങ്ങിയിരിക്കണം. കാരണം ഈ ഫുഡ് പമ്പിന്റെ മീറ്റർ ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല. ഞാൻ ലൈവ് ഡെമോ കാണിച്ചു തരാം. ഈ ഫുഡ് പമ്പിന്റെ അനലോഗ് മീറ്ററിന്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഈ വീഡിയോ സിംഗിൾ ഷോട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫുഡ് പമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മോട്ടോർ സൈക്കിളിന്റെ ആദ്യം ചെക്ക് ചെയ്ത ആ ടയറിലാണ്. 28 PSI ആയിരുന്നു 1 ലാ പ്രഷർ ഗേജിൽ കാണിച്ചത്. ഇനി ഈ പമ്പ് ഉപയോഗിച്ച് മീറ്ററിൽ 40 PSI വരുന്നത് വരെ നമ്മൾ എയർ ഫിൽ ചെയ്യുന്നു. ഇപ്പോൾ മീറ്ററിൽ 40 PSI കാണിക്കുന്നുണ്ട്. 1 ലാ പ്രഷർ ഗേജിൽ എത്ര PSI ആണ് കാണിക്കുന്നതെന്ന് നോക്കാം. (31.5) ഇതിൽ നിന്ന് ഫുഡ് പമ്പിന്റെ മീറ്ററിന്റെ ആക്യുറസി ഏകദേശം നമുക്ക് വ്യക്തമാവും. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.